നിങ്ങൾ വൈകിയത് കൊണ്ട്, നിങ്ങളുടെ തെറ്റുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ നിയമം നിങ്ങൾ മാറ്റണം. ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ അത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ മേഖലയിൽ ഒരു നിയോജക മണ്ഡലത്തിന് ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ പോകാം, അവിടെ പോയി ഈ കടലാസുകൾ വാങ്ങിക്കാം, വോട്ട് ചെയ്യാം, തിരിച്ചു വരാം. ഇവർ ഒരു ഉദ്യോഗസ്ഥൻ ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ 4-ാം തീയതി പോയി വന്നിട്ടില്ല, 5-ാം തീയതി പോയി വന്നിട്ടില്ല, 6-ാം തീയതിയും പോയി വന്നിട്ടില്ല, 7-ാം തീയതി പോയി വന്നു, വോട്ട് ചെയ്തു. ഇങ്ങനെ ഇതിനു വേണ്ടി പുറകെ നടന്ന് കാല് ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥരൊന്നും ഉണ്ടാവില്ല. അവരിത് പോട്ടെ എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയിട്ടുണ്ടാകും. അവർക്കും പരാതിയില്ല. പ്രശ്നം ഇവിടുത്തെ തൊഴിലാളി സംഘടനകൾ, സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ ഇതൊരു അഭിമാന പ്രശ്നമായി എടുത്തു. വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചെങ്കിൽ അതൊന്ന് കാണണം എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ് ഇവിടുത്തെ ആളുകൾ. അത് ആരുടെയും തലേ വണ്ടിയൊന്നും ഓടുന്നില്ല. 20,000 വോട്ട് കൊണ്ട് കേരളത്തിൻ്റെ നിയമസഭാ ഭാഗത്ത് വിധി മാറി മറിയാനൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു പൗരൻ്റെ വോട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തോന്നിയവാസം കൊണ്ട് മാറ്റുന്നെങ്കിൽ അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് കോടതിയിൽ പോകുന്നത്. കോടതി അത് തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ എന്താ മറുപടി? സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം അത്രയും വലിയ ശക്തിയുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്. കോടതിക്ക് പോലും അവരെ നിയന്ത്രിക്കുന്നതിന് പരിധികളുണ്ട്. അവർ പറയുന്നത് ന്യായമുണ്ട്. ഇനി പോസ്റ്റൽ ബാലറ്റിൻ്റെ കാര്യത്തിൽ ഇത്രയും വലിയ വാശി. ഇവർ പറയുന്നതനുസരിച്ച് പോസ്റ്റൽ ബാലറ്റ് അല്ല, ഫെസിലിറ്റേഷൻ സെൻ്ററാണ്. നിയമപ്രകാരം പോളിങ്ങിന് മുമ്പാണ് ഫെസിലിറ്റേഷൻ സെൻ്ററിൽ പോയി വോട്ട് ചെയ്യേണ്ടത്. അത് നടന്നില്ല, അതുകൊണ്ട് പറ്റില്ല. നിയമം കല്ലിൽ എഴുതി വെച്ചൊന്നുമല്ലല്ലോ. എന്താ നിങ്ങളുടെ ആവശ്യം? പരമാവധി ആളുകൾ വോട്ട് ചെയ്യുക. നിങ്ങൾ പല സ്ഥലങ്ങളിലും 3-4 ദിവസം ഈ പറഞ്ഞ ഫെസിലിറ്റേഷൻ സെൻ്ററിൽ പോസ്റ്റൽ ബാലറ്റ് എത്തിക്കാൻ നിങ്ങൾ വൈകിയത് കൊണ്ട്, നിങ്ങളുടെ തെറ്റുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ നിയമം നിങ്ങൾ മാറ്റണം. എന്താണ് പോളിംഗ് നടക്കുന്ന ദിവസം വോട്ട് ചെയ്യാൻ പറ്റും, അതിന് മുമ്പ് വരെ വോട്ട് ചെയ്യാൻ പറ്റിയില്ല. പോളിംഗ് കഴിഞ്ഞ് ഇത്രയും ദിവസം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് ഒരു ദിവസം വോട്ട് ചെയ്താൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ പവിത്രത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതില്ലാതാകുമോ? അങ്ങനൊന്നും അല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ സർവീസ് വോട്ടർമാരുണ്ട്, അതായത് സൈന്യത്തിലുള്ള ആളുകൾ, അവരിപ്പോഴും പോസ്റ്റൽ ബാലറ്റാണ്. അവരുടെ പോസ്റ്റൽ വോട്ടുകൾ ഇപ്പോൾ പല പോസ്റ്റൽ സ്റ്റേഷൻ വഴി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അത് വോട്ടെടുപ്പിന് മുമ്പ് എത്തിയാൽ മതി, അതൊക്കെ വോട്ടാവും. സൈനികൻ്റെ വോട്ടാവും, ഉദ്യോഗസ്ഥൻ്റെ വോട്ടാവില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമാണ്. അപ്പോൾ പോസ്റ്റൽ ബാലറ്റ് ചില ആളുകൾക്ക് ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്, അവരുടെയൊക്കെ നടക്കണം. സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവന്മാർ കുറച്ച് ചെരുപ്പ് തേടുന്ന വെച്ചാൽ മനഃപൂർവ്വമാണോ ഈ പോസ്റ്റൽ ബാലറ്റുകൾ വൈകിച്ചത് എന്നുള്ളതാണ് കോടതിയിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം.